കൂട്ടുകാരെ, അപ്പം എല്ലാവർക്കും ഒരു ഞായറാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഇന്ന് എല്ലാവർക്കും പനിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ പനി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇന്ന് പാടം പിന്നെ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ മഴ കാരണം ആകെ വെള്ളം കൊണ്ട് സമൃദ്ധിയായിട്ട് കിടക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ പനി സംബന്ധമായ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കില്ലാടി കൂട്ടത്തിൻ്റെ ബാക്കി 1-2 പേരൊഴികെ ബാക്കി എല്ലാവർക്കും പനി. അപ്പോൾ നമുക്ക് പനി വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ജോലികൾ ആരംഭിക്കുകയായി. 2 പേര് പനിയായിട്ട് കിടപ്പാണ്. അപ്പം നമ്മുടെ മക്കൾ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭയങ്കരധികം ബുദ്ധിമുട്ടാറുണ്ട്, കാരണം എല്ലാ ജോലി എടുക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ഇവർ വലുതായി പിന്നെ എനിക്ക് വീട്ടിലുള്ള കുറേ ജോലികളൊക്കെ അവർ ചെയ്തു തരും. ചില സമയങ്ങളിൽ ഞാനങ്ങനെ ആലോചിച്ച് എടുക്കുമ്പോൾ എനിക്കതൊരു സന്തോഷം തോന്നാറുണ്ട്. അപ്പം എന്തായാലും അവരുടെ ഭാവി നന്നാവട്ടെ. ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിഭാസം ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും നമ്മൾ കാണപ്പെടുന്നതാണ്. തുണി എവിടെ തിരിഞ്ഞാലും തുണി. അത് കഴിഞ്ഞത് എൻ്റെ പാത്രങ്ങളൊക്കെ ചടപടേ എന്ന് കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ എനിക്കിത് കഴിഞ്ഞിട്ട് ഇന്ന് കുറച്ച് ഡിഷ് സംബന്ധമായ ജോലികളൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഡിഷ് എന്ന് പറഞ്ഞാൽ TV സംബന്ധമായതുകൊണ്ട് അതൊരു എല്ലാവർക്കും ഈ സമയത്ത് പ്രത്യേകിച്ച് അത്യാവശ്യമുള്ളതാണ്. അപ്പം എനിക്ക് പറ്റാവുന്ന രീതിയിൽ എല്ലായിടത്തും എത്തണം എന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. അപ്പോൾ അതങ്ങനെ തന്നെ പോട്ടെ. ഇനി പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം എനിക്ക് അരി വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ മട്ടരി വയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർക്ക് വേണ്ട കഞ്ഞിക്ക് വേണ്ടിയിട്ട് പൊടിയരിയും വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ഈ പാത്രങ്ങളിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ പോണത്. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോ. അതിനുശേഷം കുട്ടികൾ ഇരുന്നിട്ട് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്, അടിച്ചുവാരി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ മക്കൾ എല്ലാവരും ജീവിതത്തിൽ അങ്ങനെ തന്നെ ആവട്ടെ, ഇവർക്കും നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അതേപോലെ തന്നെ ഞങ്ങൾ വീടിൻ്റെ ചുറ്റും ഒന്ന് ഇറങ്ങി മഴയൊന്നും മാറിയപ്പോൾ ആദ്യത്തിനാണെങ്കിൽ അവന് ഉണ്ടാക്കി കൊടുത്ത ചങ്ങാടത്തിൻ്റെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. ആൾക്കാർ കണ്ടപ്പോൾ നല്ല സംതൃപ്തനായി. അതിൻ്റെ ആവേശത്തിൽ ആളൊന്ന് അതിലേക്ക് ചാടി ഇറങ്ങി നോക്കി. മുങ്ങണില്ല എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൽ എന്നെ ഒന്ന് നോക്കി. പക്ഷേ അത് മുങ്ങാനുള്ള വെള്ളമില്ല എന്നുള്ള നഗ്ന സത്യം അവൻ മനസ്സിലാക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ആ പട്ടിയുടെ കണ്ണിൽ വീണ്ടും ഇൻഫെക്ഷൻ. മരുന്നെടുത്തു. ഡോക്ടർ ഇതിന്നാണ് നേരത്തെ മരുന്ന് ഒഴിക്കാനായിട്ട് അവൾക്ക് ഇഷ്ടം പുറത്തേക്ക് ചാടാനാണ്. കാര്യം ഈ മഴ ആയതുകൊണ്ട് പുറത്തേക്ക് ഇറക്കണില്ല, അല്ലെങ്കിൽ ഞാൻ അഴിച്ചു വിടാറുണ്ട് കുറച്ച് നേരം. അപ്പം അങ്ങനെ ആ ജോലി കഴിഞ്ഞു. പിന്നെ അടുത്തത് നമ്മുടെ വീടിന് ചുറ്റും വെള്ളമായതുകൊണ്ട് തന്നെ കിണറുകളിലത്തെ വെള്ളമൊക്കെ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ടീരിയ നേറ്റാൻ ബ്ലീച്ചിങ് പൗഡർ എടുത്തു. വെള്ളമൊക്കെ ടാങ്കിലടിച്ച് നിറച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ ആവശ്യത്തിനെടുത്ത് ബക്കറ്റിൽ കലക്കി അതിൻ്റെ തെളി മാത്രം ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ നമ്മൾ കിണറ്റിൽ. അപ്പോൾ ഇവിടെ മാത്രമല്ല, ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാനേറ്റോ ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകളിൽ എനിക്ക് പനി പിടിച്ചതുകൊണ്ട് ഞാൻ ശുചീകരണ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ എലിപ്പനിയുടെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഒരു കോഴ്സ് പൂർത്തീകരിച്ചു ഞാൻ. അങ്ങനെ പനി കുറവായിട്ടുണ്ട്. പക്ഷേ എനിക്ക് പനി കുറവായപ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് പനി വന്നിരിക്കുന്നു. അങ്ങനെ നമ്മളത് വെള്ളം അതിൻ്റെ തെളി കിട്ടുന്ന വരെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ശേഷം പിന്നെ ആ വെള്ളം നമ്മൾ കിണറ്റിൽ ഒഴിച്ചു കൊടുത്തു. ഇതിപ്പോൾ ചെയ്യാൻ കാരണം വീടിന് ചുറ്റും വെള്ളം വന്നിരിക്കുന്നതുകൊണ്ടാണ്. വീടിനല്ല, നമ്മുടെ വീടിൻ്റെ താഴത്തൊക്കെ വെള്ളമായിട്ട്. അപ്പോൾ ഇനി വെള്ളം പെട്ടെന്ന് ആ വെള്ളമായിരിക്കും നമ്മുടെ കിണറുകളിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് തിടുക്കത്തിൽ ചെയ്യാൻ കാരണം. അതേപോലെ തന്നെ മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പിന്നിൽ മഴ പെയ്യുന്നത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. അത് കുറച്ചു നേരം ആസ്വദിച്ചതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ജോലികളിലേക്ക് കടന്നു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അരിയൊക്കെ കാര്യമായിട്ട് സെറ്റായിട്ട്. അപ്പോൾ അരി വാർത്ത് ഇനി ഇവർക്ക് വേണ്ട കഞ്ഞി വയ്ക്കാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പൊടിയരിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പൊടിയരി ഉപയോഗിച്ചിട്ട് കുക്കറിലിട്ടിട്ട് കഴുകി അതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ച്
പാകമാക്കി എടുക്കാനാണ് ഇനി പോണത്. അപ്പോൾ കൂട്ടുകാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്രമാത്രം. നമ്മുടെ ചാനലിൻ്റെ വളർച്ചയ്ക്ക് മുഖ്യ കണ്ണികൾ നിങ്ങൾ തന്നെയാണ്. ഞങ്ങൾക്ക് പറ്റേണ്ട മാറ്റങ്ങൾ ഞങ്ങൾ എന്തായാലും തീർച്ചയായും ഇതിൽ വ്യത്യാസം വരുത്തുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ചാനലിനുണ്ടാകുന്ന പ്രോഗ്രസ് അനുസരിച്ചായിരിക്കും നമ്മുടെ വീഡിയോകളുടെയും വ്യത്യാസം വരിക. അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു. സഹകരണം എന്നുള്ളത് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നമ്മുടെ കൂടെ നിൽക്കുക. അപ്പം നിങ്ങൾ ഓരോ പ്രാവശ്യം സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്തോഷവും അതേപോലെ തന്നെ ഞങ്ങളുടെ ചാനലിൽ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഞങ്ങളെ രേഖപ്പെടുത്തി അറിയിക്കേണ്ടതാണ്. എന്നാലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിന് വേണ്ട വ്യത്യാസങ്ങൾ വരുത്താനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ആഴ്ചകളിൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനലിൽ കാണുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ശുഭദിനം. ഓക്കേ.